ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഫാമിലിയായിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഒരു ടൈറ്റാനിക് കാണാനാണ്. നമ്മുടെ ലുലു മാളിനടുത്താണ്. അപ്പോൾ എന്തായാലും കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ഞങ്ങളാരും ഇതുവരെ ടൈറ്റാനിക് നേരിട്ട് കണ്ടിട്ടില്ലാത്തതിനാൽ എല്ലാവരും വളരെ ആകാംക്ഷയോടെയാണ് പോകുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം യാത്ര ഉണ്ട്. നമ്മുടെ ആക്കുളം വേൾഡ് മാർക്കറ്റിലാണ് ഈ പരിപാടി നടക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ 9:30 മണി വരെയാണ് പ്രോഗ്രാം ഉള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ പുറത്തുനിന്ന് കാണുന്നൊരു വ്യൂ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് നല്ല വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് ടിക്കറ്റ് 100 രൂപയാണ്. 3 വയസ്സിന് മുകളിലുള്ള എല്ലാവരും തീർച്ചയായും ടിക്കറ്റ് എടുത്തിരിക്കണം. കാര്യം ഇവിടെ നല്ല സെക്യൂരിറ്റി ചെക്കിങ്ങൊക്കെ ഉണ്ട്. ഞാൻ പോയ ദിവസം അത്യാവശ്യം തിരക്ക് കുറവായിരുന്നു. എന്നാൽ തന്നെയും എല്ലാവരും ചെക്ക് ചെയ്തിട്ടാണ് അകത്തേക്ക് കയറ്റുന്നത്. ഈ കാണുന്ന സ്റ്റെപ്പ് കയറിയാണ് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രവേശിച്ചാൽ ഉടൻ തന്നെ DJ ടൈറ്റാനിക് എക്സിബിഷൻ്റെ ഒരു ബോർഡൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നേരെ ഞങ്ങൾ കപ്പലിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് കയറി പോകുന്നത്. മുകൾ ഭാഗത്ത് പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നുമില്ല. ആ ഭാഗത്തുള്ള റോഡും പിന്നെ ലുലു മാളും ഒക്കെ കാണാം. നമ്മൾ കപ്പൽ ഓടിക്കുന്നതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ഫോട്ടോ പോയിൻ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുമായിട്ട് വന്ന് നിന്ന് ഫോട്ടോസും മറ്റും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അവിടെ നേരെ നമ്മൾ കപ്പലിൻ്റെ താഴേക്കുള്ള റൂമിലാണ് പോയത്. ആ റൂമിലേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് കപ്പലിൽ കയറിയ ഒരു ഫീല് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത്. ഞാനിതുവരെ കപ്പലിൽ കയറിയിട്ടൊന്നുമില്ല. എന്നാലും അതിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ശരിക്കൊരു കപ്പലിൽ കയറിയൊരു ഫീല് കിട്ടി. ആദ്യത്തെ റൂമിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ടൈറ്റാനിക് വെൽക്കം ടു ഓൾ എന്നൊരു ബോർഡൊക്കെ നമുക്ക് കാണാം. അവിടെ തൊട്ട് പിന്നെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും ശരിക്കും ടൈറ്റാനിക് സിനിമയിൽ കാണുന്നൊരു ലോകം തന്നെയാണ്. ടൈറ്റാനിക്കിലെ നിരവധി കഥാപാത്രങ്ങളുടെ ഫോട്ടോസ് എല്ലാം ആ നടക്കുന്നതിൻ്റെ ഇരുവശങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അതിൽ തന്നെ ജാക്കിനെയും റോസിനെയും എല്ലാം സ്പെഷ്യലായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. നമ്മുടെ ആദ്യക്കുട്ടനെ തന്നെ ജാക്കിനെ റോസിനെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അവനിത് ആരാ എന്താന്ന് പോലും അറിയത്തില്ല. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ ടൈറ്റാനിക് സിനിമയിൽ കാണുന്ന കപ്പലിൽ അതേ ഹാള് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ നമ്മുടെ ജാക്കിൻ്റെയും റോസിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അവിടെ പോയി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നേരെ കപ്പലിൻ്റെ അടുത്തൊരു റൂമിലേക്കാണ് പോകുന്നത്. ആ റൂമും നമ്മുടെ ടൈറ്റാനിക്കിൽ കാണും പോലെ തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെയും ഫോട്ടോ എടുക്കാനായിട്ട് നമ്മുടെ ജാക്കിനെയും റോസിനെയും എല്ലാവരും നിർത്തിയിട്ടുണ്ട്. എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള തിരക്കിലൊക്കെയാണ്. അങ്ങനെ നമ്മൾ എക്സിബിഷൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കപ്പൽ മഞ്ഞിലിടിച്ചിറങ്ങിയ ഒരു രംഗവും അതോടൊപ്പം തന്നെ കപ്പലിൻ്റെ ഒരു ഡെമോയോടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടൈറ്റാനിക്കിൻ്റെ അവശിഷ്ടങ്ങളുടെ ഫോട്ടോസും മറ്റും കാര്യങ്ങളെല്ലാം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ടൈറ്റാനിക് കാണാനായിട്ട് പോയ ഓഷ്യൻ ഗേറ്റിൻ്റെ ചിത്രങ്ങളും പിന്നെ അതിൽ മരണപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസും അവിടെ നൽകിയിട്ടുണ്ട്.
അങ്ങനെ ഞങ്ങൾ ടൈറ്റാനിക്കിൻ്റെ കാഴ്ചയൊക്കെ കണ്ട് അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ വൈഫിന് സോഫ ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ അവിടെ നിന്ന് പതുക്കെ സ്കൂട്ടായി. പിന്നെ ചേട്ടൻ ഒരു മസാജുകാരനെ കണ്ടപ്പോഴത്തേക്ക് ബോഡി ഫുള്ളൊന്ന് ഫ്രീ ആയിട്ട് മസാജ് ചെയ്തെടുത്തു. അതോടൊപ്പം തന്നെ ഇവിടെ നിരവധി ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ റിങ് എറിയുന്ന ഗെയിമിൽ നമുക്ക് സോപ്പൊക്കെ കിട്ടി. പിന്നെ കുട്ടികൾക്കാണെങ്കിൽ നിരവധി ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിക്കാനാണെങ്കിൽ നല്ല ചൂട് ബജിയും പാനിപ്പൂരിയൊക്കെ ഇവിടെ കിട്ടും. അങ്ങനെ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി. പുറത്താണെങ്കിൽ നിരവധി റൈഡ്സൊക്കെയാണ്. റൈഡ്സിനൊക്കെ അത്യാവശ്യം 50 രൂപ മുതൽ 100 രൂപ വരെയാണ് ചാർജ് ഈടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.